ഇന്ന് നമ്മൾ പറയാൻ പോണത് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഫ്ലോ ഓഫ് പ്രോഗ്രാം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലോട്ട് മാറ്റാൻ വേണ്ടി ജമ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകളാണ്. അപ്പോൾ നമ്മുടെ പൈത്തണിൽ ഒന്ന് വന്നിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യുക, അപ്പം തന്നെ ഇൻസ്റ്റന്റ്ലി ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എന്താണെന്ന് ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്കിന്ന് കറക്റ്റ് ആയിട്ട് അപ്പം തന്നെ പുറത്ത് ചാടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ വേറൊരു കീവേഡ് ആണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ശേഷം ആദ്യം മുതൽ എഗെയിൻ വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാര്യത്തിനെ സ്കിപ്പ് ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. യൂസ് ടു സ്കിപ്പ് ദ കറന്റ് വർക്കിംഗ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. ഐറ്ററേഷൻ എന്ന് പറയുന്നത് ലൂപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് ഐ വാല്യൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. അടുത്തത് പാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. പാസ് എന്ന് പറഞ്ഞ കീവേഡ് ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കാം? പേര് തന്നെ അറിയാം, പാസ്. അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒന്നും ചെയ്യാനില്ല, നമുക്കൊരു കോഡിൽ ഒരു ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. അത് മെഷീൻ മനസ്സിലാക്കുന്ന എത്രയേ ഉള്ളൂ, അത് മൈൻഡേ ചെയ്യണ്ട എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും കോഡ് എക്സ്റ്റൻഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പാസ് കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു ചേഞ്ച് നമ്മുടെ പ്രോഗ്രാമിൽ അതുകൊണ്ട് വരുന്നില്ല. അടുത്തത് റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. റിട്ടേൺ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, അത് മെയിൻലി നമ്മൾ പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് യൂസ് ചെയ്യുക. അത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് യൂസ് ചെയ്യുക. മെയിൻലി അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. അത് ഫംഗ്ഷൻസിന്റെ കോൺസെപ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും. റിട്ടേൺ ഒരു കീവേഡ് ആണെന്ന് മനസ്സിലാക്കി ഇറ്റ് ഈസ് യൂസ് ടു റിട്ടേൺ ദ വാല്യൂ ഫ്രം വേർ ഇറ്റ് ഈസ് കോൾഡ്. എവിടുന്നാണോ വിളിച്ച് അവിടേക്ക് തിരിച്ചു പോവുക, മടങ്ങി വരിക എന്ന് പറയുന്ന പോലെ തിരിച്ചു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെറിയ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച് 1,6 ഇഫ് ഐ ഈക്വൽ ടു 4 ബ്രേക്ക്. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ 6 വരെ ആണെങ്കിൽ 1 മുതൽ 5 വരെ പോകുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐന്റെ വാല്യൂ 4 ആവുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു പ്രിന്റ് ഐ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇഫ് ഇതേ കോൺസെപ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കോഡ് വിഷ്വലൈസേഷൻ വെച്ച് കാണിച്ചു തരാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓർഡർ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഐ ഇൻ റേഞ്ച് 1,6 ആണ്. അപ്പോൾ ആദ്യം ഐ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 1 ആണ്. ഈ 1 നോക്കുമ്പോൾ 1 ഈക്വൽ ടു 4 ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ എന്തുണ്ടാവില്ല, ആ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഐന്റെ വാല്യൂ 1 പ്രിന്റ് ആവും. അടുത്തത് എഗെയിൻ ഐ ടേക്ക് ചെയ്യുന്ന വാല്യൂ 2 എന്നാണ്. 2 ഈക്വൽ ടു 4 ആണോ? അല്ല. അപ്പൊ എന്താ ഉണ്ടാവുക, എഗെയിൻ ബ്രേക്കിന്റെ ഉള്ളിൽ പോവില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞ കീവേഡ് വർക്ക് ആവില്ല. ഐന്റെ വാല്യൂ പ്രിന്റ് ആയി 2 പ്രിന്റ് ആവും. അടുത്തത് എടുക്കുന്ന വാല്യൂ 3 ആണ്. 3 ഈക്വൽ ടു 4 ആണോ? അല്ല. അപ്പോൾ എഗെയിൻ ബ്രേക്ക് ആവില്ല. ഐന്റെ വാല്യൂ പ്രിന്റ് ആയി സ്ക്രീനിൽ 3 വന്നു. അടുത്തത് എടുക്കുന്ന വാല്യൂ 4 ആണ്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 4 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഉള്ളിലേക്ക് കയറുന്നു, ഫോർത്ത് സ്റ്റേറ്റ്മെന്റിലേക്ക് കയറുന്നു, ബ്രേക്ക് ആവുന്നു. നമ്മുടെ പരിപാടി നിൽക്കുന്നു. നമ്മുടെ എക്സിക്യൂഷൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റക്ക് ആവും. 1 2 3 കഴിഞ്ഞ് 4ഉം 5ഉം പ്രിന്റ് ആവുന്നില്ല, കാരണം കണ്ടീഷൻ അവിടെ വെച്ച് ബ്രേക്ക് ആവാണ്. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ലൂപ്പ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ നിമിഷം, എപ്പോഴാണോ കണ്ടീഷൻ മാച്ച് ആയ അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ കോൺസെപ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ കാണിച്ചു തരാം. ചെറിയ വ്യത്യാസം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് പകരം ഞാൻ കണ്ടിന്യൂ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം മാത്രം. കണ്ടിന്യൂ. ഓക്കെ, സെയിം കോൺസെപ്റ്റ്. ഐ ഈക്വൽ ടു 4 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാവണം നമുക്ക് നോക്കാം. ഓക്കെ, എഗെയിൻ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ഐ ഇൻ റേഞ്ച് 1,6 ഇഫ് ഐ ഈക്വൽ ടു 4 കണ്ടിന്യൂ എന്നുള്ളതാണ്. ആദ്യം ഐ വാല്യൂ 1 ആക്കി എടുത്തു. 1 ഈക്വൽ ടു 4 അല്ല, സോ കണ്ടിന്യൂ എക്സിക്യൂഷൻ നടക്കില്ല. 1 പ്രിന്റ് ആവും. എഗെയിൻ ഐന്റെ വാല്യൂ 2 ആക്കി എടുക്കുന്നു. 2 ഈക്വൽ ടു 4 അല്ല, സോ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്ത് പ്രിന്റ് ഓഫ് ഐയിലേക്ക് പോകുന്നു. ആൻസർ 2 പ്രിന്റ് ആവുന്നു. എഗെയിൻ ഐന്റെ വാല്യൂ 3 ആവുന്നു. 3 ഈക്വൽ ടു 4 അല്ല, സോ ഫോർത്ത് ലൈൻ സ്കിപ്പായി ഫിഫ്ത്തിലേക്ക് വരുന്നു. 3 പ്രിന്റ് ആവുന്നു. അടുത്തത്
ഐൻ്റെ വാല്യൂ 4 ആണ്. നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 4 ഈക്വൽ ടു 4 ആണ്. കണ്ടീഷൻ മാച്ചായി. ഉള്ളിലേക്ക് വന്ന് കണ്ടിന്യൂ ചെയ്തു. നേരെ പോകുന്നത് എവിടേക്കാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്കാണ്. അതായത് പ്രിന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്ത് എഗെയിൻ ആദ്യം മുതൽ സ്റ്റാർട്ടായി. ഇനി എന്താ ഉണ്ടാവുന്നത്? അടുത്ത വാല്യൂ 5 ഈക്വൽ ടു 4 ആണോ നോക്കണോ? അല്ല. അപ്പോൾ എഗെയിൻ പ്രിന്റ് ഓഫ് 5 ചെയ്തു, 5 ചെയ്തു. എഗെയിൻ 6 വാല്യൂ 6 വരെ പോവോ? പോവില്ല. കാരണം 1 to 6 എന്ന് പറയുമ്പോൾ 1 to 5 വരെ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം 1, 2, 3 അത് കഴിഞ്ഞ് 4 എന്ന് പറഞ്ഞ വാല്യൂ സ്കിപ്പ് ചെയ്ത് 5ലേക്ക് പോയി. അതാണ് കണ്ടിന്യൂ കൊണ്ടുള്ളത്. കറന്റ് ആയിട്ട് എന്ത് ചെയ്തു അത് നിർത്തി ആദ്യം മുതൽ, അതായത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേ കോൺസെപ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പാസ് സ്റ്റേറ്റ്മെന്റ് കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസം വരും. ഞാൻ പറഞ്ഞു പാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചുകളും കോഡിൽ വരില്ല. സോ അത് ഞാൻ ഭയങ്കര ഈസിയിൽ പെട്ടെന്ന് വരുന്നത് കാണിച്ചു തരാം. സെയിം കോൺസെപ്റ്റ് ആണ്. അതിന്റെ വാല്യൂ ആദ്യം 1 ആക്കുന്നു, ഐൻ്റെ വാല്യൂ പ്രിന്റ് ആവുന്നു. എഗെയിൻ 2ൻ്റെ വാല്യൂ ആക്കുന്നു, 3 ആക്കുന്നു. 3 പിന്നെ ഐൻ്റെ വാല്യൂ 4 ആയി. ഒന്നും സംഭവിക്കുന്നില്ല. പാസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നില്ല. 5 വരെ പോകുന്നു, 5 പ്രിന്റ് ആവുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ചുകൾ വന്നോ? ഇല്ല. നിങ്ങൾ വ്യത്യാസം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബ്രേക്കിൽ വരുമ്പോൾ 1, 2, 3 കഴിഞ്ഞാൽ പണിയെ നടത്തിയിട്ടില്ല. കണ്ടിന്യൂവിൽ എന്താണോ കറക്റ്റായി മാച്ചായി ചെയ്ത് അത് സ്കിപ്പ് ചെയ്ത് പിന്നെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിലാണെങ്കിൽ ഒരു ചേഞ്ചുകളും നിങ്ങൾ കാണുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് ഈ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചേഞ്ചസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലോന്ന് വേറെ ഫ്ലോയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഒരു അറ്റത്ത് നിന്ന് വേറെ അറ്റത്തിലേക്ക് ചാടി പോകുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ജമ്പിങ് സ്റ്റേറ്റ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രേക്ക്, കണ്ടിന്യൂ, ബ്രേക്ക്, കണ്ടിന്യൂ, പാസ് ആൻഡ് റിട്ടേൺ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. ഏത് ലാംഗ്വേജ് എടുത്താലും ഏകദേശം എല്ലാ ലാംഗ്വേജിലും കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.